ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രോഹിത് വീട്ടിലേക്ക് വന്നെങ്കിലും ആരെയും കാണാനും സംസാരിക്കാനും കൂട്ടാക്കാതെ മുറിയിൽ അടച്ചിരിക്കുകയാണ്. ബബിത വൈജയുടെ കോളുമായി രോഹിയുടെ അടുത്തു പോയെങ്കിലും ബബിതയോട് ദേഷ്യത്തോടെ പെരുമാറി ഡോർ അടച്ചു കുറ്റിയിട്ടു. പിന്നീടാണ് നമ്മുടെ അലീനയുടെ എൻട്രൻസ്. അലീന രോഹിത്തിനുള്ള ഫുഡും ജ്യൂസും ഒക്കെയായി റൂമിൽ പോയി തട്ടി വിളിക്കുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞ് രോഹിത് റൂം തുറന്ന്, ഇത് വലിയ ശല്യമായല്ലോ, ജയിലിൽ പോലും ഇത്ര വലിയ ശല്യമില്ല എനിക്ക്, ഒന്നും വേണ്ട, എൻ്റെ മുന്നിൽ നിന്ന് പോയാൽ മതി എന്ന് അലീനയെ വഴക്കു പറഞ്ഞു കൊണ്ടുപോയ ഫുഡ് മുഴുവൻ തട്ടിത്തെറിപ്പിക്കുന്നു. പ്ലേറ്റും ഗ്ലാസും ഒക്കെ താഴെ വീണു ഉടഞ്ഞു. അത് പെറുക്കിക്കളഞ്ഞ് ക്ലീൻ ആക്കുകയായിരുന്നു അലീന. അത് കണ്ട് ബബിതയ്ക്ക് ചിരി വരുന്നുണ്ട്. ഇതൊക്കെ കണ്ട കൃഷ്ണമോൾ ബാലചന്ദ്രനോട് പറയുന്നത്, ഇതിപ്പോ നമ്മൾ കഷ്ടപ്പെട്ട് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവന്നത് തെറ്റായിപ്പോയി, നമ്മൾ എന്തോ ചെയ്തതുപോലെയാ അത് രോഹിയേട്ടന്റെ പെരുമാറ്റം എന്ന് പറയുമ്പോൾ, ഇനി അവനെ ജയിലിലേക്ക് തന്നെ തിരിച്ചുവിടേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അന്നേരം രോഹിത് വേച്ചു വന്ന് മുകളിൽ നിന്നും ചാടാൻ തുടങ്ങുന്ന പോലെ കണ്ടതും കൃഷ്ണമോൾ അച്ഛാ രോഹിയേട്ടൻ എന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ മുകളിലേക്ക് നോക്കുമ്പോഴേക്കും രോഹി മുകളിൽ നിന്നും ചാടി ബാലചന്ദ്രന്റെ അടുക്കൽ തന്നെ വന്നു വീണു. എല്ലാവരും പേടിച്ചുപോയി. ആ വീഴ്ചയിൽ രോഹിയുടെ തലയൊക്കെ പൊട്ടി ചോരയൊലിച്ചു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ രോഹിത്തിനെ ഇനി പഴയ പോലെ ആക്കാൻ പറ്റില്ലേ എന്ന് ചിന്തിച്ചു ബാലചന്ദ്രൻ വിഷമിച്ചു നിൽക്കുന്നതാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.